ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീസുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ? വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ്? മീനത്തിലാണ്. മീനമാണ് ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. ഇവിടെ മീനത്തിൽ ശുക്രൻ നിൽക്കുന്നു. മേടൻ രാശിയെ സംബന്ധിച്ചോളം ശുക്രൻ്റെ എത്രാമത്തെ ഭാവമാണ്? മീനം 12-ാം ഭാവമാണ്. എന്താണ് 12-ാം ഭാവം? പാപം, വ്യയം, പതനം, നിരയം, വാമം, അമ്പകം, സ്ഥാനഭ്രംശം, വൈകല്യം, ദ്വാദശേന ചിന്തയത്. പാപം, ദുർവ്യയങ്ങൾ, പതനം, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനത്തിൽ നിന്നുള്ള വീഴ്ച, ഇടത്തെ കണ്ണ്, സ്ഥാനഭ്രംശം, വൈകല്യം, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ശുക്രൻ എങ്ങനെയാണ് വൈകല്യം ഉണ്ടാക്കുക? നിങ്ങളറിയണം. ഇവിടെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം ശുക്രൻ 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട്. അവരുടെ ധനവും മറ്റൊന്നെന്താണ്? അവരുടെ യാത്ര, ഫാമിലി, ഭാര്യാസുഖം, സ്ത്രീസുഖമൊക്കെ. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വിവാഹവതിയായ ഗ്രഹം 12-ൽ മറഞ്ഞു നിൽക്കുന്നു. പലപ്പോഴും ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങൾ വരുന്ന സമയമാണ് 25 ദിവസം. ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിൽ പോകും. ഡൈവേഴ്സിന് പെറ്റീഷൻ സമർപ്പിക്കും, ഒരു സംശയവുമില്ല. കേസ് നടന്നുകൊണ്ടിരിക്കും. ഫാമിലി ലൈഫിലുള്ള വ്യക്തി അനാവശ്യമായി തൻ്റെ ധനം അനാവശ്യമായി ധൂർത്ത് ചെയ്യുന്ന സമയമാണ്. ഇല്ല ലോണുകളൊക്കെ എടുത്ത് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ധാരാളം കാശ് ചെലവാക്കും. ധനനഷ്ടം സംഭവിക്കും, ഒരു സംശയവുമില്ല. വളരെ ശ്രദ്ധിച്ചുകൊള്ളൂ. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ശുക്രൻ മേടൻ രാശിക്കാർക്ക്. പിന്നെ ഡയാലിസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കണം. വൈകല്യം അതാണ്. ഷുഗർ പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു 2-ാം സ്റ്റേജിലേക്ക് വരിക. ഷുഗർ മൂത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, കാൽമുട്ടുകൾക്ക് വളരെയധികം ദുർബലത വരിക. പിന്നെ വീട്ടിൽ ദൂരയാത്രയ്ക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം. സ്വർണം നഷ്ടപ്പെടും. സ്വർണം വീട്ടിൽ വെച്ചിട്ട് അപഹരിക്കപ്പെടും, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ വീട്ടിലെ സ്വർണം അറിയാതെ നഷ്ടപ്പെട്ടു പോവുക. ഇവിടെ നിർബന്ധമായും ശുക്രപ്രീതി ചെയ്യണം. ദാമ്പത്യ ബുദ്ധിമുട്ടവർ നിർബന്ധമായും ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യണം. ദമ്പതി മുട്ടിച്ചെയ്യണം നാളികേരം കൊണ്ട്. അപ്രകാരം ദേഹസംബന്ധമായ പ്രയാസങ്ങൾ പെടുന്നവർക്ക് ദേഹമുട്ടിച്ച് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് ഈ ശുക്രൻ്റെ ദോഷഫലങ്ങളെ പരമാവധി പരിഹരിക്കുക. പ്രയാസങ്ങളില്ലാതെ മേടൻ രാശിക്കാർക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.